ഇന്നലത്തെ കളി ലിവർപൂൾ vs മാഞ്ചസ്റ്റർ സിറ്റി. കളി കിടിലനായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിക്ക് ഗോൾ എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നു. കാരണം ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റി 4 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഷോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂളും സിറ്റിയും സമനിലയിലാണ്. 7 ഷോട്ടുകളാണ് ടോട്ടലായിട്ട് ഫസ്റ്റ് ഹാഫിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സിറ്റിക്ക് വളരെ കൂടുതലായിരുന്നു. ലിവർപൂളിനേക്കാളും ഡബിൾ ഗോൾ എക്സ്പെക്ടേഷൻ ഫസ്റ്റ് ഹാഫിൽ സിറ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുന്ന സമയത്ത് സിറ്റി ഒന്നും അല്ലാതായി. അത്രമാത്രം കിഡിലൻ പെർഫോമൻസ് ആണ്, ഒരു പാക്ക് ഓഫ് പെർഫോമൻസ് ആണ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ ഷോട്ട് 12 ഷോട്ടുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റി ആണെങ്കിൽ 3 ഷോട്ടുകൾ മാത്രമാണ്. ഷോട്ട് ഓൺ ടാർഗറ്റുകളാണെങ്കിൽ ലിവർപൂൾ 5 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണർ കിക്ക് 7 കോർണർ കിക്ക് നേടിയെടുക്കാൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ചാൻസ് 2 മിസ്സാക്കിയിട്ടുണ്ട്. 3 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലിവർപൂൾ. ഒരു പാക്ക് ഓഫ് കിഡിലും പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സിറ്റിനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിവർപൂളിന്റെ ഗോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സിറ്റിനേക്കാളും 5 മടങ്ങ് കൂടുതലായിരുന്നു സെക്കൻഡ് ഹാഫിൽ. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ തന്നെ വിജയിക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തിലായിരുന്നു കളി മുന്നോട്ട് പോയത്. സെക്കൻഡ് ഹാഫിന് ശേഷം സല കളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ലൂയിസ് ഡേയ്സിന് ഒരു കിഡിലൻ ചാൻസ് കൊടുത്തിരുന്നു. കിഡിലൻ അസിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഗോളാക്കാൻ ലൂയിസ് ഡേയ്സിന് കഴിഞ്ഞില്ല. അത് പുറത്തേക്കാണ് അദ്ദേഹം അടിച്ചു കളഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാഡ് റിയാക്ഷനൊക്കെ കളത്തിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ വിജയിച്ചു എന്നുള്ള ഒരു കിഡിലൻ പാക്ക് ഓഫ് പെർഫോമൻസ് ആണ് ലിവർപൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ പക്ഷേ കളി 1-1 സമനിലയിലാണ് അവസാനിച്ചത്. സിറ്റിക്ക് വേണ്ടി സ്റ്റോൺസ് ഗോൾ നേടി. അതുപോലെ തന്നെ ലിവർപൂളിന് വേണ്ടി മെക്ലിസ്റ്റർ ഗോൾ നേടി. പെനാൽറ്റിയിലൂടെയാണ് മെക്ലിസ്റ്റർ 6 ഗോൾ സ്വന്തമാക്കിയത്. അങ്ങനെ 1-1 കളി അവസാനിച്ചു. പോയിന്റ് നില നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് ആർസണൽ 64 പോയിന്റ്, 2-ാം സ്ഥാനത്ത് ലിവർപൂൾ സെയിം പോയിന്റ് ആണ് 64. പക്ഷെ ഗോൾ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ലിവർപൂളിനെക്കാളും ഒരുപാട് മുന്നിലാണ് ആർസണൽ. 46 പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ലിവർപൂളിന് +39 ആണുള്ളത്. സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 63 പോയിന്റ് ഉണ്ട്. 35 പ്ലസ് പോയിന്റ്സ് ആണ് സിറ്റിക്കുള്ളത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ടാബിളാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 3 ടീമിനും 10 മാച്ചുകൾ മാത്രമാണ്. അങ്ങനെ 38 മാച്ച് അവസാനിക്കുമ്പോൾ ആരായിരിക്കും ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇപ്പോൾ ആ ടാബിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലത്തെ പെർഫോമൻസ് അത് സമനിലയിലായതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ടാബിൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അത്രമാത്രം. കാരണം ഇന്നലത്തെ പെർഫോമൻസ് ലിവർപൂൾ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിവർപൂൾ നമുക്കൊന്നും ഒരു സംശയമില്ലാതെ ടൈറ്റിൽ അടിക്കാൻ സാധ്യത ലിവർപൂൾ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇനി ആർസണൽ അടിക്കുമോ, ലിവർപൂൾ അടിക്കുമോ, സിറ്റി അടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2021-22 ആ സമയത്തും അതുപോലെ തന്നെ 2018-19 സമയത്തും ഒരു പോയിന്റിനാണ് സിറ്റിയുമായിട്ട് ലിവർപൂളിന് കപ്പ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ നഷ്ടപ്പെട്ടത്. ആ ഒരു സംഭവത്തിന് റിവെഞ്ച് തീർക്കാനാണ് ഈ ഒരു സീസണിൽ സാധ്യത. ലിവർപൂൾ കപ്പടിക്കാം. 2023-24 സീസണിൽ ലിവർപൂൾ കപ്പടിക്കാനാണ് സാധ്യത. ഒരൊറ്റ പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ കപ്പടിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിനുള്ള കാരണം ഞാൻ പറയാം. ചുമ്മാ വെറുതെ ഒപ്പീനിയൻ പറയല്ല, അതിനുള്ള കാരണം പറയാം. ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ആർസണൽ ഒരിക്കലും കപ്പടിക്കാൻ പോകുന്നില്ല. ആർസണൽ കപ്പടിക്കാനുള്ള സാധ്യത വളരെ ലീസ്റ്റ് ആണ്. കാരണം ആർസണലിന് ഇനിയുള്ള 3 ടൈറ്റ് മാച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ, MU-നെതിരെ ഒരു കിടിലൻ മാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടനത്തിനെതിരെ ഉണ്ട്. അതുപോലെ തന്നെ സിറ്റിക്കെതിരെ ഉണ്ട്. ഈ 3 മാച്ചും എവേ മാച്ചാണ്. ആർസണലിനെ സംബന്ധിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കാൻ പോകുന്നതും ടോട്ടനത്തിനെതിരെ കളിക്കാൻ പോകുന്നതും സിറ്റിക്കെതിരെ കളിക്കാൻ പോകുന്ന മാച്ചും എവേ മാച്ചാണ്. അതുകൊണ്ട് ഈ ഒരു 3 മാച്ചിലും ആർസണലിനെ സംബന്ധിച്ച് അവർ വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു 3 മാച്ചിലും ഏതെങ്കിലും ഒരു മാച്ച് തോറ്റാൽ തന്നെ ആർസണലിന് ടൈറ്റിൽ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ടൈറ്റ് ടാബിളിലൂടെയാണ് ഇപ്പോൾ ടാബിൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സിറ്റി അടിക്കോ ലിവർപൂൾ അടിക്കോ. സിറ്റിന്റെ ലിവർപൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിക്ക് ഇനിയുള്ള 2 മാച്ച് എന്ന് പറഞ്ഞാൽ ബിഗ് മാച്ചിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി വേസ് ആർസണൽ, അതുപോലെ തന്നെ സിറ്റി വേസ് ടോട്ടനം. അതിൽ ആർസണലുമായിട്ടുള്ള മത്സരത്തിൽ പറയുകയാണെങ്കിൽ ആർസണലുമായിട്ടുള്ള പ്രീവിയസ് മാച്ച് നോക്കുന്ന സമയത്ത് 1-0 സിറ്റി തോറ്റതാണ്. അത് സിറ്റിയെ സംബന്ധിച്ച് എവേ മത്സരമായിരുന്നു. ആർസണൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഹോം ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി 1-0 പരാജയപ്പെട്ടു. രണ്ടാമത്തെ മാച്ച് എന്ന് പറയുന്നത് ടോട്ടനം vs മാഞ്ചസ്റ്റർ സിറ്റി. അവരുടെ പ്രീവിയസ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 3-3 ആണ്. എന്ന് വെച്ചാൽ സമനിലയാണ്. ഇനി വരാൻ പോകുന്ന ടോട്ടനമായിട്ടുള്ള മത്സരം എവേ മത്സരമാണ്. ടോട്ടനത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം. തോൽക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ലെങ്കിലും ഡ്രോയിൽ അവസാനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സിറ്റി vs ആർസണൽ, അതുപോലെ തന്നെ സിറ്റി vs ടോട്ടനം. ലിവർപൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിവർപൂളിന് ഇനിയുള്ള ബിഗ് മാച്ച് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് vs ലിവർപൂൾ, അതുപോലെ തന്നെ ടോട്ടനം vs ലിവർപൂൾ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് vs ലിവർപൂൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മത്സരം എൻഫീൽഡിൽ നടന്ന മത്സരം 0-0 അവസാനിച്ചത്, സമനിലയാണ് അവസാനിച്ചത്. പക്ഷേ ലിവർപൂളിന്റെ അന്യ പെർഫോമൻസ് ആയിരുന്നു. 34 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോസ്റ്റിലേക്ക് ലിവർപൂൾ കാഴ്ചവെച്ചത്.
ഒരു ലക്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു മാച്ച് സമനിലയിൽ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു മാച്ചാണ്. അത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ പിന്നെ വരാൻ പോകുന്നത് ടോട്ടനം vs ലിവർപൂൾ മാച്ച്. അത് എൻഫീൽഡിൽ വെച്ചിട്ടാണ്, അത് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടും അത് ജയിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്ന് വെച്ചാൽ ലിവർപൂൾ സമനിലയിലാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജയിക്കാനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സമനിലാവാനും സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളും ഈ ഒരു സ്റ്റാറ്റ്സും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലിവർപൂൾ ഒരു പോയിന്റിനെങ്കിലും ടൈറ്റിൽ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് 2023-24 പട്ടികയിൽ കാണുന്നത്. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈറ്റ്.